നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന, നമ്മുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന ആളാരാണ്? നമ്മുടെ സഹോദരങ്ങളാണ് അല്ലേ? കുഞ്ഞായിരിക്കും മുതൽ വളരെ പ്രായമാകുന്നിടം വരെ അങ്ങനെ സ്നേഹത്തോടെ കഴിയുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അത്. പക്ഷെ അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പം വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ആജീവനാന്തകാലം ശത്രുക്കളായി മാറുന്ന സഹോദരങ്ങളും ഉണ്ട്. നമുക്കൊരു കുട്ടി ഉണ്ടായിരിക്കെ നമ്മൾ രണ്ടാമത് പ്രഗ്നൻ്റായി വീണ്ടും ഒരു കുഞ്ഞുണ്ടാകുന്ന വലിയൊരു മാറ്റമാണ് അല്ലേ? നമ്മുടെ ആദ്യത്തെ പ്രഗ്നൻസി പോലെ അല്ല ഒരിക്കലും സെക്കൻഡ് പ്രഗ്നൻസി. ആദ്യത്തെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എങ്ങനെയാണെന്നൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ആദ്യം ആ വീട്ടിലുണ്ടാകാൻ പോകുന്ന കുഞ്ഞ്, നമ്മുടെ ആദ്യത്തെ കുഞ്ഞ്, അങ്ങനെ പലതരം ഇതായിരിക്കും. പക്ഷേ രണ്ടാമത്തെ കുഞ്ഞ് വരുമ്പോൾ എപ്പോഴുള്ള എന്തറിയാം, നമുക്ക് ഓൾറെഡി ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിപ്പം ഒരു 5-6 വയസ്സിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ പോലും 6 വയസ്സുള്ള കുട്ടിയും ഒരു കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഉത്തരവാദിത്വം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതും രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുന്നത്. അപ്പം അമ്മയ്ക്കായാലും അച്ഛനായാലും ആ 6 വയസ്സുള്ള കുട്ടിക്കായാലും എല്ലാം വലിയൊരു മാറ്റമാണ് കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥിയും കൂടെ വരുന്നത്. ആ വലിയൊരു മാറ്റം ഉൾക്കൊണ്ട് ഈ 2 കുഞ്ഞുങ്ങളെയും ഒരേപോലെ നോക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അപ്പം 6 വയസ്സുള്ള ഒരു കുട്ടി അവിടെ നമ്മുടെ അറ്റൻഷന് വേണ്ടി നിൽക്കുന്നു, ഇപ്പോൾ ഉണ്ടായ ഒരു കുട്ടി നമ്മുടെ ഫുൾ അറ്റൻഷൻ വേണ്ടി നിൽക്കുന്നു. നമ്മൾ ആരുടെ ഒപ്പം പോകും? വലിയ ഡയലമയാണ്, നമുക്കൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആരുടെ കൂടെ നിൽക്കണം. മറ്റേ കുഞ്ഞിനാണെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പം പാല് കൊടുത്ത് ഗ്യാസ് തട്ടി അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. പക്ഷേ നമ്മൾ 24 മണിക്കൂർ നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ 6 വയസ്സുള്ള അല്ലെങ്കിൽ 5 വയസ്സുള്ള 4 വയസ്സുള്ള എത്രയായാലും മൂത്ത കുട്ടി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മൂത്ത കുട്ടിക്ക് നമ്മളെ അത്രയും കിട്ടാതെ വരികയും ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തിലും വലിയൊരു മാറ്റമാണ് അല്ലേ? ഈ ഒരു മാറ്റത്തെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഡീൽ ചെയ്യേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഈ മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആവരുത്. അവർക്ക് രണ്ടുപേർക്കും തമ്മിലൊരു ഭയങ്കര ആവശ്യമില്ലാത്തൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്, സഹോദരങ്ങൾ തമ്മിലൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവേണ്ട കാര്യം എന്താണ്? എന്ത് ചെയ്താലും അവർ ഒരുമിച്ച് ചെയ്യുകയും ആ മറ്റേ ആൾ എന്ത് ചെയ്താലും അതിൽ സന്തോഷം കാണുകയൊക്കെ ചെയ്യുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒപ്പം തന്നെ ഇളയ കുട്ടിയോട് മൂത്ത കുട്ടിക്ക് നീരസം തോന്നുന്ന തരത്തിലുള്ള ഒരു വർത്തമാനവും ഉണ്ടാകാൻ പാടില്ല. ഈ സംഭാഷണം ഒന്ന് കേട്ടു നോക്കൂ. അമ്മായി, അവന് ഭക്ഷണം ഒന്ന് എടുത്തു കൊടുത്തേക്കാവോ അമ്മായി? ഞാൻ ഇവക്കൊന്ന് പാല് കൊടുക്കട്ടെ, ഇപ്പം വരാം. അമ്മമ്മയുടെ അടുത്തോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ. അമ്മ എന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ? അമ്മയ്ക്ക് വേറെ കുഞ്ഞുവാവ കിട്ടിയില്ല, ഇനി നിന്നെ ഒന്നും വേണ്ട. അതല്ലേ അമ്മമ്മ വിളിക്കുന്നേ. ഇതിൽ ആ സാവിത്രി അമ്മായി പറയാണ്, ഇളയ കുഞ്ഞു വന്നു, അതുകൊണ്ട് അമ്മയ്ക്ക് ഇനി നിന്നെ വേണ്ട, അമ്മയ്ക്ക് വേറൊരു കുഞ്ഞിനെ കിട്ടി. ഒരു കൊച്ചു കുട്ടിയോട് പറയാൻ പറ്റുന്ന ഒരു വാചകമാണ് അത്. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഈ പറയുന്ന ഒട്ടും എക്സാജറേറ്റഡ് അല്ല കേട്ടോ. പലപ്പോഴും പല പെൺകുട്ടികളും എന്നോട് അവരുടെ വീട്ടിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കേട്ട ഒരു കാര്യമാണിത്. അങ്ങനെ ഒരു കാരണവശാലും ആ കുഞ്ഞിന് എന്താണ് തോന്നുക? എൻ്റെ അമ്മ എന്തോ എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്ന ഒരാളാണ് ഇളയാണെന്നല്ലേ തോന്നുക. അങ്ങനെ നമ്മളൊരു കുഞ്ഞിനോട് പറയാൻ പാടുണ്ടോ? നമുക്കറിയാം, ഈ ഇളയ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിന് പാല് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി സമയം ഈ അമ്മ കൊച്ചു കുഞ്ഞിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ തന്നെ ആ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടാവും, ആ മൂത്തയാൾ തന്നെ മാറ്റി നിർത്തുന്നു എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് കെയർ ഗിവർ, ഒന്ന് ഈ കൊച്ചിൻ്റെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ വീട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന റിലേറ്റീവ്സോ ആരൊക്കെ ആയിരിക്കും ഈ മൂത്ത കുട്ടിയുടെ കാര്യം നോക്കുന്നത്. അത് തന്നെ അവൻ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കൽ തന്നെയാണ് ഇതുപോലുള്ള വർത്തമാനങ്ങൾ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ അവൾ വേഗം കഴിച്ച് നിന്നേക്കാൾ വലുതാകും, അവൾ വേഗം ആ കാര്യം ചെയ്യും, അവൾ വേഗം പഠിക്കും, നീ ഇങ്ങനെ ഇരുന്നു, അവളങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ അവരെ കൊച്ചാക്കി മറ്റേ ഇളയാളെ വലുതാക്കിയും പറയുന്നത് വലിയൊരു മനസ്സിനകത്തൊരു ശത്രുത ഉണ്ടാകാനൊരു കാരണമാകും. നമുക്കറിയത്തില്ല ഏതൊക്കെ രീതിയിലാണ് മനുഷ്യ മനസ്സ് ചിന്തിക്കുക എന്നുള്ളത്. ആ കൊച്ചു കുഞ്ഞിൻ്റെ ഉള്ളിൽ അത്രയും സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയുകയേ ചെയ്യരുത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും റിലേറ്റീവ്സോ എല്ലാം പറയുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ തിരുത്തണം. ഇനി അങ്ങനെ പറയരുതെന്ന് പറയണം. നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ നിന്നില്ലേ പിന്നെ വേറെ ആരും നിൽക്കും? അത് പ്രായമായാലേ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെന്ന് വിചാരിച്ചാൽ ആ കുഞ്ഞിൻ്റെ മനസ്സ് ഹേർട്ടായത് തന്നെയാണ്. കുഞ്ഞിനെ വിളിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അങ്ങനല്ല ഒരിക്കലും എന്ന്. പിന്നെ ഈ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ അമ്മയെ മിസ് ചെയ്യുന്ന മൂത്തയാളെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്?
പലപ്പോഴും പലരും എൻ്റെ കാര്യം എടുത്താൽ തന്നെ എൻ്റെ മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും തമ്മിൽ 1 വയസ്സും 5 മാസത്തെ ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന രണ്ടാമത്തെ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരുന്ന മുഴുവൻ കാലവും കുറച്ച് എനിക്ക് ആ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ മറ്റേണിറ്റി ലീവ് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് 6 മാസം മറ്റേണിറ്റി ലീവൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഏകദേശം പൂർണ്ണവും മൂത്ത കുട്ടിയോടൊപ്പമായിരുന്നു. ഇളയ കുട്ടിക്ക് ഞാൻ പാല് കൊടുക്കും, അവൾ നല്ലോണം ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഉണർന്നിരുന്ന് ഒത്തിരി നേരം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയം മൊത്തം ഞാൻ മൂത്ത കുട്ടിയുടെ കൂടെ ആയിരുന്നു. അപ്പം ഇളയ കുഞ്ഞുണ്ടായി കഴിഞ്ഞും എൻ്റെ അറ്റൻഷൻ പൂർണ്ണമായിട്ടും കൂടുതലായിട്ടും പോയത് മൂത്ത കുട്ടിയിലേക്കാണ്. അത് അങ്ങനെ ആവുകയും ചെയ്യാം. കാരണം എന്താണെന്നറിയാമോ, ഇളയ കുട്ടിക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഓൾട്ടർനേറ്റ് കെയർ ഗിവറിനെ കുഞ്ഞിനെ ഏൽപ്പിക്കാം. കുഞ്ഞിന് അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാറായിട്ടില്ല. പക്ഷേ മൂത്ത കുട്ടിക്ക് അറിയാം അമ്മ അവിടെ ഉണ്ട്, അമ്മ എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇളയ കുട്ടി വന്നു കഴിയുമ്പോൾ പാല് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മൂത്ത കുട്ടിയെ തന്നെയാണ്. അവന് മിസ് ചെയ്യുന്നുണ്ടോ, അവൻ എന്തെങ്കിലും ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടോ, അവന് വിഷമമുണ്ടോ, അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യുകയും അവൻ്റെ ഒപ്പം വെറുതെ അപ്പോൾ അവനെന്തെങ്കിലും പഠിക്കാനുള്ളത് പഠിപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴികെ ചുമ്മാ അവനോട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാറില്ലേ, ഒരു കഥ വായിച്ചു കൊടുത്തോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്തോ അല്ലെങ്കിൽ അവനെ ഒന്ന് പല്ല് തേപ്പിച്ച് കൊടുത്തോ ഒക്കെ നമ്മൾ ചെയ്യില്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴും, ഒരു കാര്യമല്ല കുറച്ച് സമയമെങ്കിലും മൂത്ത കുട്ടിയോടൊപ്പം നമ്മൾ ഉറപ്പായിട്ട് സ്പെൻഡ് ചെയ്യുക തന്നെ വേണം. നമ്മൾ രണ്ടാമതൊരു കുട്ടിയെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ആ റെസ്പോൺസിബിലിറ്റിയിൽ മറ്റേ കുട്ടി ചെറുതായി പോകരുത്. പിന്നെ കുഞ്ഞ് വന്നു കഴിയുമ്പം നീ വലിയ കുട്ടിയല്ലേ, അതല്ലേ കുഞ്ഞ് എന്ന് വീണ്ടും വീണ്ടും പറയല്ലേ. എപ്പോഴാണ് നമ്മുടെ മൂത്ത കുട്ടി നമുക്ക് വലിയ കുട്ടിയായത്? ഈ കുഞ്ഞുണ്ടാകുന്നതിന് തലേദിവസം വരെ അവൻ നമ്മുടെ കുഞ്ഞുവാവയല്ലായിരുന്നോ? അപ്പം ഇളയ ഒരു കുട്ടി ഉണ്ടാകുന്നത് അവൻ്റെ തെറ്റല്ല അല്ലെങ്കിൽ അവളുടെ തെറ്റല്ല. ഒരിക്കലും ഇളയ ഒരു കുട്ടി ഉണ്ടായ ഉടൻ തന്നെ അവൻ കുഞ്ഞല്ലേ അല്ലെ അവൾ കുഞ്ഞല്ലേ നീയല്ലേ അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കരുത്. ഈ കുഞ്ഞ് വന്നതുകൊണ്ടാണ് എനിക്കുണ്ടായിരുന്ന എന്തോ ഒരു പ്രിവിലേജ് നഷ്ടമായെന്ന് കുഞ്ഞ് ഒരിക്കലും കരുതാൻ പാടില്ല. കുഞ്ഞു മനസ്സാണ്, പിഞ്ചു മനസ്സാണ്, എങ്ങനെയാണ് ഹേർട്ട് ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ വാക്കുകളെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണം. രണ്ടും കുഞ്ഞുങ്ങളാണ്. നമ്മുടെ 2 കുഞ്ഞുങ്ങളും നമുക്ക് കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഒരാൾ വന്നതുകൊണ്ട് മറ്റേ ആൾ ചെറുതോ വലുതോ ആവുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം നമ്മുടെ സ്വന്തം അനിയനോ അനിയത്തിയോ ആണെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് ചെറുതാണ് ഈ വലുതാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് നമ്മുടെ സ്വന്തം, കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കളിക്കാനുള്ള ഒരാളാണ് നമ്മുടെ അനിയനോ അനിയത്തിയോ എന്ന് തന്നെ വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ പറയുന്ന ഓരോ വാക്കും അവരുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് വേണം നമ്മൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഒരു കാര്യം, പലപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സമയത്തൊക്കെ ഈ 2 കുഞ്ഞുങ്ങളെ നോക്കാൻ 2 പേരും അറ്റൻഷന് വേണ്ടി, അതായത് ഇളയ ആൾ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് മൂത്ത ആളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം, ഇളയ ആൾ പ്രതിഷേധിക്കത്തില്ല. പക്ഷേ ഇളയ ആൾ ഏകദേശം 1 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഇളയ ആൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഓഹോ, അമ്മ പാല് തന്നിട്ട് എന്നെ അവിടെ ഉറക്കി കിടത്തിയിട്ട് ചേട്ടൻ്റെ പുറകെ അല്ലെങ്കിൽ ചേച്ചിയുടെ പുറകെ പോവുകയാണെന്ന് ആൾ റിയലൈസ് ചെയ്യുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇളയ കുട്ടി അമ്മയ്ക്ക് വേണ്ടി വാശി പിടിക്കാൻ തുടങ്ങും, മൂത്ത കുട്ടിയും അമ്മയ്ക്ക് വേണ്ടി വാശി പിടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈ ടസിൽ തുടങ്ങുന്നത്. ആ ഒരു പീരീഡാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പീരീഡ്. ആ പീരീഡിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുന്ന എപ്പോഴാണെന്നറിയാമോ? ഇവർ 2 പേരും, ഈ അമ്മയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഈ 2 പിള്ളേരും പരസ്പരം യോജിച്ച് കളിക്കാനും അവരൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നു തുടങ്ങുമ്പോഴാണ് ഈ ഒരു ടസിൽ ഒഴിവാകുക. അപ്പം നമ്മൾ കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ, ഇളയ ആൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ ശ്രമം ഇവരെ 2 പേരെയും രമ്യതയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതിലായിരിക്കണം. ഇപ്പം എൻ്റെ മോന് 1.5 വയസ്സിൻ്റെ വ്യത്യാസത്തിലാണല്ലോ ഇളയാളുണ്ടായത്. അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാവ പോലെയാണ്. ഈ ഉമ്മ കൊടുക്കാനായിട്ട് കൈ പിടിച്ച് നീ നോക്കുമ്പോൾ എപ്പോൾ ഒരു ഉമ്മ കൊടുത്താലും കുഞ്ഞ് കരയോ. എന്താ കാര്യം? ഉമ്മ കൊടുത്ത് അവനൊരു കടിയും കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് അവനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കണം. നമുക്കറിയാമല്ലോ ഇത് ഈ കുഞ്ഞുങ്ങളാണ് 2 എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഉമ്മ കൊടുക്കാൻ വരും, അതുകൊണ്ട് നീ അങ്ങോട്ട് അടുത്തോട്ടേ പോകണ്ട, കുഞ്ഞിൻ്റെ അടുത്തോട്ടേ പോകണ്ടെന്ന് പറഞ്ഞാൽ അകറ്റി നിർത്താൻ പാടുണ്ടോ? അതിനേക്കാൾ വലിയ ഇഷ്യൂ ഉണ്ടാകും കേട്ടോ. അവന് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും കുഞ്ഞിനെ കാണണമെന്നും കുഞ്ഞിൻ്റെ അടുത്ത് പോകണമെന്നും. പിന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. നീ ഇന്ന് വന്ന് കുഞ്ഞിനെ കണ്ടേ പറ്റുള്ളൂ, നീ വരൂ കുഞ്ഞിൻ്റെ അടുത്തിരിക്കും, അങ്ങനെയൊന്നും ചെയ്യില്ലേ. സ്വാഭാവികമായിട്ടും അവൻ്റെ അനിയത്തിയോടോ അനിയനോടോ ഇഷ്ടം തോന്നുകയും അടുത്ത് വന്നിരിക്കുകയും ചെയ്യണം. അവനൊരു ഉമ്മ കൊടുക്കുമ്പം കടിക്കല്ലേ, കുഞ്ഞുമാവിക്ക് നോവുവേ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊടുത്ത് അവൻ കടിക്കാതെ ഉമ്മ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. അങ്ങനെ നമ്മൾ കൂടെ തന്നെ വേണം. നമ്മൾ നല്ലോണം സ്ട്രഗിൾ ചെയ്യും, നല്ല പാടുള്ള കാര്യം തന്നെയാണ്.
പക്ഷെ നമ്മളെപ്പോഴും കൂടെ വേണം. ഒരു തവണ ഇളയ കുഞ്ഞ് കമന്ന് വീഴാനായിട്ട് ശ്രമിക്കുക. അവൾ ചരിഞ്ഞരിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കമന്നോ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്നപ്പോൾ ഇവൻ ഈ നോക്കിക്കൊണ്ട് നിൽക്കുക, എന്താണ് ഇവിടെ പരിപാടി, എനിക്ക് കമന്നൊക്കെ വീഴാൻ അറിയാമല്ലോ, അവൻ കമന്നൊക്കെ കിടന്ന് കാണിച്ചു. എന്നിട്ട് ഞങ്ങൾ അതിന് ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ ഈ കുഞ്ഞ് കമരട്ടെ, കുഞ്ഞ് ചരിഞ്ഞ് വന്നു, കുഞ്ഞിനെ കമന്ന് ഒന്ന് തൊട്ടാൽ കമന്ന് വീഴുമെന്നുള്ള സ്റ്റേജ് വരെ എത്തി. അപ്പോൾ കുഞ്ഞ് കമരുമോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ അവൻ എന്തോ എന്നറിയോ, കമരുവാണല്ലോ വേണ്ട, അവൻ വന്ന് കൊച്ചിനെ കമത്തിയിട്ടങ്ങ് പോയി. എന്തിനാ നിങ്ങളെല്ലാം ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്, കൊച്ചത്രയും ചരിഞ്ഞ് കിടക്കുമല്ലോ എന്ന് പറഞ്ഞ് അവൻ കമത്തി ഇട്ടേച്ച് പോയി. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഉടനെ അവനെ പിടിച്ച് വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുഞ്ഞിനെ അറിയാമോ? അവനറിയത്തില്ല. അപ്പം നമ്മൾ ഇളയ കുഞ്ഞിനെ ഒരാളെടുത്ത് ആശ്വസിപ്പിക്കുക, മറ്റേ ആളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ഇളയ ആളുടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മൂത്തയാളെ ഇൻവോൾവ് ചെയ്യിക്കുക. അത് പലപ്പോഴും എനിക്ക് പലരും പറഞ്ഞു തന്നൊരു മാർഗ്ഗമാണ്. പക്ഷെ അത് ഒട്ടും എളുപ്പമല്ല. മൂത്ത കുട്ടിയുടെ എന്തെങ്കിലും കാര്യം, ചേട്ടനൊരു പടം വരച്ചു, കൊച്ചു കുഞ്ഞിന് കണ്ടാൽ മനസ്സിലാവത്തില്ലെങ്കിൽ പോലും ചേട്ടൻ വരച്ച പടം കണ്ടോ എന്ന് ചോദിച്ച് അവരെ രണ്ടുപേരെയും കൂടെ ഇൻട്രാക്ട് ചെയ്യിക്കുന്ന സന്ദർഭങ്ങൾ കൂട്ടണം. പിന്നെ ഇവർക്കിടയിൽ ഒരു നല്ല ബോണ്ട് ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്നറിയാമോ? അവർ ഒരുമിച്ച് കളിക്കുക എന്നുള്ളതാണ്. അവർ ഒരുമിച്ച് കളിക്കുന്നതിന് ഒരു പ്രായം എത്തിയിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും വിചാരിക്കല്ലേ. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർക്ക് കളിക്കാൻ പറ്റും. അവരുടേതായ രീതിയിൽ അവർ കളി കണ്ടെത്തും. നമ്മളിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യരുത്, ഇത് കണ്ടോ, ഈ കളിപ്പാട്ടം എടുക്കൂ, കുഞ്ഞുവാവയോട് ഇത് കളിക്കൂ, ഇങ്ങനെ ചെയ്യൂ, ഈ കളിപ്പാട്ടം ഇങ്ങനെ തന്നെ ചെയ്യണം, ഒരു കളിപ്പാട്ടം അത് പ്രത്യേക രീതിയിലാണ് കളിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പിള്ളേർ കളിക്കണമെന്ന് ഇൻസിസ്റ്റ് ഒന്നും ചെയ്യരുത്. അവർ ചിലപ്പോൾ അത് വെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരിക്കും കളിക്കുന്നത്. അവരെ ഫ്രീ പ്ലേ അനുവദിക്കുക. ഫ്രീ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെ വലിയൊരു കാര്യം, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് ഫ്രീ പ്ലേ. സോ കുഞ്ഞ് അവനും കൂടെ എങ്ങനെ കളിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കരുത്. അവർ തന്നെ അവരുടെ സ്വർഗം കണ്ടെത്തണം, അവർ തന്നെ അവരുടെ സന്തോഷം കണ്ടെത്തണം. അപ്പം ഈ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സാവൻ പീലിക്ക് പാട്ട് പാടി കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവൻ പാട്ട് പാടുന്ന അവളിങ്ങനെ മിഴിച്ച് ഇങ്ങനെ കേട്ടിരുന്നിട്ട് അവൾ ചിരിക്കും. അപ്പോൾ അവന് സന്തോഷവും ചിരിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ കുഞ്ഞു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാ വിളിക്കുന്നത്? പിന്നെ ഇവർ കുഞ്ഞിലെ പോലെ തന്നെ അവളെ വന്ന് ചിരിപ്പിക്കാനും അവളോട് വർത്തമാനം പറയാനും ഒക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനത്തെ പല സന്ദർഭങ്ങളിലൂടെയും അവർ ഒരുമിച്ച് കളിക്കുന്നത് അവർക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. വീടിൻ്റെ ടെറസിന് അവിടെ പോയി റോൾ പ്ലേ പോലെ ഇവർ കളിക്കുകയായിരുന്നു. അതായത് വണ്ടി കൊണ്ടുപോയി ഉരുട്ടി ഇങ്ങനെ കളിച്ചിട്ട് വണ്ടി കേടായി മെക്കാനിക്ക് വരും എന്ന് പറയും. അപ്പോൾ പീലി സംസാരിക്കുക പോലും ഇല്ല, പീലി തീരെ കുഞ്ഞാണ്. അപ്പം വണ്ടി ഓടിച്ച് അവനിങ്ങനെ പോയിട്ട് കേടായി മെക്കാനിക്കിനെ വിളിക്കുന്നു പറയും. അപ്പോൾ പീലി വരും. അങ്ങനെയൊക്കെ കുറേ കളി ഇവർ കളിക്കുമായിരുന്നു. അത് ഇവർ തന്നെ ഉണ്ടാക്കിയ കളിയാണ്. അത് അവർ കളിക്കുമ്പോഴത്തേനും ഞാൻ ആ കൂടെ കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ്. അത് കഴിഞ്ഞ് സാവൻ ചിലപ്പോൾ അവൻ പതുക്കെ നഴ്സറി റൈംസും ഒക്കെ കുഞ്ഞു പാട്ടുകളും ഒക്കെ പഠിക്കുമ്പോൾ അവൻ പഠിക്കുമ്പോൾ പീലിയെ കൂടെ നിർത്തും. അവൾക്കെന്തോ ചെയ്യാൻ പറ്റുന്നില്ല, അവൻ മാത്രം ചെയ്യുന്നു എന്നുള്ള വിചാരമൊന്നും വരാതിരിക്കാണ്ട് അവൻ പാട്ട് പാടുമ്പോൾ അവളെ അടുത്ത് നിർത്തും. അവൾ വർത്താനമൊന്നും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷേ രണ്ടുപേരോട് നിന്നാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യം എന്താണെങ്കിലും അത് മോനോടുകൂടെ പറയുമോ അല്ലെങ്കിൽ മൂത്തയാൾ മോളോടോട് പറയുകയോ ഒക്കെ ചെയ്ത് അവർ തമ്മിൽ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന ഒരു ബോണ്ട് ഉണ്ടാക്കണം. ആ ബോണ്ട് എന്ന് പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ? അവർ വഴക്കുണ്ടാക്കാവുന്നിരിക്കത്തില്ല. ആ വഴക്കിൻ്റെ പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടില്ല. ചെറിയ വഴക്ക് നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ചെറിയ വഴക്ക്. ഇപ്പോൾ ഈയിടെ തന്നെ ഞാനൊരു ദിവസം രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേനും സാധാരണ ഞാൻ ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിലാണ് കിടക്കുക. അപ്പം ഞാൻ എഴുന്നേറ്റ് പോയ ഗ്യാപ്പിൽ ഇവർ ഉരുണ്ടിട്ട് പീലി വന്ന് സാവനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുവാണ്. അപ്പം ഞാനൊരു ഫോട്ടോ അപ്പോഴെടുത്തു. ഞാൻ ഫോണിൽ വെച്ചിരുന്നു, ഞാൻ അവരെ കാണിക്കൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ ഒരു ദിവസം നോക്കുമ്പം രണ്ടുപേരും പീലി അങ്ങനെ ചെയ്തു, സാവൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഒരു വഴക്കാട്ടോ. അപ്പം ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ പകൽ സമയത്ത് കിടന്ന് ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് രാത്രി നിങ്ങൾ രണ്ടുകൂടെ ഒന്നോ? അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ടാൽ ഞാൻ ആരാകും എന്ന് വെച്ച് ഞാൻ ഈ ഫോട്ടോ കാണിച്ചു. ഇപ്പോൾ വഴക്ക് പിടിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് ഇവർ ഈ ഫോട്ടോ കാണുന്നത്, കെട്ടിപ്പിടിച്ച് കിടന്ന് നോക്കുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നാണമായി. പിന്നെ ആ വഴക്കോടെ തീർന്നു. എന്ത് സിമ്പിളാണ്. അപ്പം നമുക്ക് ഈ ഒരു ബോണ്ട് ചെറിയ കാര്യങ്ങളിലൂടെ മുഴുവൻ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കുന്ന പോലെ ഒരാളെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യുമ്പോൾ മറ്റേ ആളും എൻ്റർടൈൻഡ് ആവുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരാളെ ഒഴിവാക്കി നിർത്താതിരിക്കുക. രണ്ടുപേർക്കും എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെയുള്ള നിങ്ങളുടെ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് കളിക്കാനുള്ള കൂട്ടാണ് നിങ്ങളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം ഞാൻ ഇത്ര നേരം ഞാൻ സംസാരിച്ചത് പേരൻസിനോട് ആ വീട്ടിൽ തന്നെയുള്ള അവരുടെ മക്കളെ പറ്റിയാണ്. ഇനി ഞാൻ ഒരു സിറ്റുവേഷൻ കാണിച്ചു തരാം. അമ്മേ,
ആ കുഞ്ഞിനെന്താ അമ്മേ വാങ്ങുന്നേ? ഏത് കൊച്ചിനാടി? അപ്പച്ചിയുടെ അവിടുത്തെ. ഓ, ബിന്ദുവിന്റെ കൊച്ചുമോക്കോ? അത് നമുക്ക് വളയോ വല്ലോ വാങ്ങാം. മൂത്തോനെങ്കിൽ ഒന്നും വാങ്ങാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതിന് കാര്യമായിട്ട് കൊടുത്തതാ 28 കെട്ടിന്. തന്നെയും പിന്നെ മുറിച്ചും ഒന്നും കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ സാവിത്രി അമ്മായി എന്താ പറയുന്നത്, 28 കെട്ടിന് കുഞ്ഞിനൊരു വള വാങ്ങിച്ചു കൊടുക്കാം. മൂത്ത ആൾക്ക് 28 കെട്ടിന് എന്തോ കാര്യമായിട്ട് ആ അമ്മായി കൊടുത്തിട്ടുണ്ട് അത്രേ. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു പ്രത്യേക ദിവസം ഒരു ഫംഗ്ഷൻ വീട്ടിൽ നടക്കുന്നു, എല്ലാവരും കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഈ കുഞ്ഞുവാവയ്ക്ക് കൊടുക്കുന്നു. ഈ മൂത്ത കുട്ടിയെ പറ്റി നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, പരിഗണിക്കാറുണ്ടോ? ഒരു കളറിംഗ് ബുക്ക്, ഒരു പാക്കറ്റ് ഓഫ് ക്രയോൺസ്, വലിയ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ നിങ്ങൾക്ക് വരുന്ന രീതിയിൽ എന്തെങ്കിലും അല്ല. കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാകുന്ന ഒരു ഗിഫ്റ്റ്, അത് ഒന്നെങ്കിൽ നിങ്ങൾ 2 പേർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു കളിപ്പാട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകണം. ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല, ബിസ്ക്കറ്റ് വാങ്ങിക്കരുത് കേട്ടോ. അതിന് പകരം നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ നട്ട്സോ കാഷ്യൂനട്ട്സ്, ബദാം അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങുക. ഇതല്ലെങ്കിൽ 2 പേർക്കും എന്തെങ്കിലും ചെറിയ 2 സാധനങ്ങൾ വാങ്ങുക. ഇപ്പം ആ ഇളയ കുട്ടിക്ക് നിങ്ങൾക്ക് സ്വർണം കൊടുത്തേ മതിയാവൂ, നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുണ്ടെങ്കിൽ ആ മൂത്ത കുട്ടിക്കും എന്തെങ്കിലും കൈ കരുതണം. ആ കുഞ്ഞിൻ്റെ മനസ്സും കൂടെ വിചാരിച്ച് വേണം എപ്പോഴും നമ്മൾ ഗിഫ്റ്റ്സ് വാങ്ങാനായിട്ട്. ഒരു വീട്ടിലേക്ക് പോകുമ്പം ഒരു കുട്ടിക്ക് മാത്രമായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോവുകയേ ചെയ്യരുത്. എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടത് ആ മൂത്ത കുട്ടിയാണ് ഏറ്റവും വലിയൊരു മാറ്റത്തിൽ കൂടെ പോകുന്നത്. കാരണം അവനായിരുന്നു അല്ലെങ്കിൽ അവളായിരുന്നു ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 VIP ആയിരുന്ന ആൾ. അതിൽ നിന്നാണ് ഒരു ചെറിയ മാറ്റം വരുന്നത്. അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. അതിന് നമ്മളെല്ലാവരും കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അതിന് ആ പേരൻസിനെ അസിസ്റ്റ് ചെയ്യാണ് വേണ്ടത്. എന്തെങ്കിലും അതും ഇതൊക്കെ വായി തോന്നുന്ന വിളിച്ച് പറഞ്ഞ് ആ പേരൻസിന് ആ ഒരു ജേർണി ഡിഫിക്കൽട്ടാക്കി മാറ്റരുത്.